വി ഡി സതീശൻ സാറിന്റെ നുണപ്രസംഗം ഒന്നാം തരം ഒരു കലാവിരുന്നാണ്. ആ ഒരു താളവും രാഗവും ഭാവവും ആക്ഷനും ഒക്കെ ചേർന്ന് വിസ്മയകരമായ അനുഭൂതിയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ എപ്പിസോഡ് നമുക്കൊന്ന് കാണാം. പറയുന്നത് 4,21,000 വീട് ചെയ്തെന്ന അതിൽ 50,000 വീട് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പൊ 3,75 അല്ലേ? ലൈഫ് പദ്ധതിയിൽ LDF സർക്കാർ പണിത 4,28,000 വീടുകളിൽ 50,000 UDFന്റെ കാലത്ത് തുടങ്ങിയതാണ് പോലും. ഏതായാലും LDF സർക്കാർ 4,4 ലക്ഷം വീട് പണിതു നൽകിയെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് തർക്കമില്ല. അത്രയും നല്ലത്. അതിൽ 50,000 എണ്ണം UDFന് അവകാശപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതാണ് നാം ഇനി പരിശോധിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം വേറൊരു കണക്ക് പറയുന്നത് കേൾക്കൂ. 5 പദ്ധതികൾ ഒരുമിപ്പിച്ചിട്ടാണ് ഈ ലൈഫ് ഉണ്ടാക്കിയത്. ഈ 5 പദ്ധതികളും കൂടി 2011 മുതൽ 2016 വരെ എത്ര വീട് വെച്ചെന്നറിയാമോ? നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് 4,50,000 വീട് വെച്ചു. ഈ UDF സർക്കാരിന്റെ കാലത്ത് 4,50,000 വീട് വെച്ചു അത്രേ. പക്ഷെ അതാരും അറിഞ്ഞില്ല. എന്താ കാര്യം? ബഹുവിശേഷമാണ് കാരണം. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ 4,50,000 വീട് നമ്മുടെ കാലത്ത് വെച്ചത് നമ്മൾ ആരോടും പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞ വീട് വെച്ചെങ്കിലും അവർ ആരോടും പറഞ്ഞില്ല പോലും. നെറ്റി ചുളിക്കേണ്ട, അതാണ് ശരി. വീട് കിട്ടിയവരോട് പോലും അക്കാര്യം പറഞ്ഞില്ല. ആർക്കാണോ വീട് വെച്ചു കൊടുത്തത് അവര് പോലും ഇതേവരെ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഇങ്ങനെ ഒരു ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ 4,50,000 കണക്ക് വി ഡി സതീശൻ സാറിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അക്കഥ തന്മയത്വത്തോടെ സതീശൻ സാറ് പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. ഞങ്ങളിപ്പോ വന്നതിന് ശേഷം ഞങ്ങള് വിവിധ മന്ത്രിമാരോട് എഴുതി ചോദിച്ച ചോദ്യങ്ങൾ 2011 മുതൽ 16 വരെ തയ്യാറാക്കിയ വീടുകളുടെ എണ്ണം ഒരുമിച്ച് ചോദിച്ചവര് പറയൂല. 5 ചോദ്യങ്ങളായി ചോദിച്ച് ആ 5 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടി കൂട്ടി 4,55 ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോ കളിയാക്കി അപ്പുറത്ത് നിന്നു. അപ്പൊ ഞങ്ങള് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന 5 മന്ത്രിമാരുടെ ഉത്തരങ്ങൾ നിയമസഭയിൽ വായിച്ചു. ഇത് കൂട്ടി നോക്കാൻ പറഞ്ഞു. കൂട്ടി നോക്കിയപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,50,000 വീട്. പിണറായി മന്ത്രിസഭയിലെ 5 മന്ത്രിമാരോട് 5 ചോദ്യങ്ങൾ. 5നും കിട്ടിയ മറുപടി വി ഡി സതീശൻ സാർ കൂട്ടി വായിക്കുന്നു. അപ്പോൾ അതാ കിടക്കുന്നു 4,50,000 വീടുകൾ. എവിടെയാണ് ഈ വീട് അത്രയും വെച്ചുകൂട്ടിയത്? ഏതായാലും കേരളത്തിലല്ല. ആയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞേനെ. മിനിമം ഉമ്മൻചാണ്ടിയെങ്കിലും അറിഞ്ഞേനെ. കടലോരത്തെ സുനാമി ബാധിതരെ സഹായിക്കാനുള്ള ഫണ്ട് ഒരു പുഴ പോലും ഇല്ലാത്ത പുതുപ്പള്ളിയിൽ ചെലവാക്കിയ മാന്ത്രികനാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് സതീശൻ പറഞ്ഞ 4.5 ലക്ഷം വീടുകൾ ചന്ദ്രനിലോ ചൊവ്വയിലോ ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും അതറിയാതെ പോയത്. ഇനി നമുക്ക് രേഖകൾ ഒന്നൊന്നായി നോക്കാം. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനം. കോടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് ഇങ്ങനെ ചോദിച്ചു: കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി? ഇപ്പോഴും പാർപ്പിടമില്ലാത്ത കുടുംബങ്ങൾ എത്രയെന്ന് വ്യക്തമാക്കാമോ? തന്റെ സർക്കാർ 4.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയെങ്കിൽ അക്കാര്യം നിയമസഭയിൽ ഉമ്മൻചാണ്ടിക്ക് പറയാൻ കിട്ടിയ സുവർണ അവസരം. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മറുപടിയിൽ സതീശൻ പറഞ്ഞ ഈ 4.5 ലക്ഷം വീടുകളുടെ കണക്കില്ല. ആ കണക്ക് ഇങ്ങനെയാണ്: ഗൃഹശ്രീ പദ്ധതി പ്രകാരം 2013 മുതൽ 16 വരെ യഥാക്രമം 525, 709, 1,500 വീടുകൾക്ക് അനുമതി നൽകി. അങ്ങനെ ആകെ 2,734 വീടുകൾ. സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം 2011 മുതൽ 16 വരെ 698 വീടുകൾ. അങ്ങനെ 2011 മുതൽ 2016 വരെ തന്റെ ഭരണകാലത്ത് ആകെ 3,432 വീടുകൾ മാത്രമാണ് ഭവനരഹിതർക്ക് വേണ്ടി കേരള സർക്കാരിന്റെ പണം കൊണ്ട് പുതുതായി നിർമ്മിച്ചത് എന്ന് ഉമ്മൻചാണ്ടിയാണ് നിയമസഭയിൽ പറഞ്ഞത്. 2016 ഫെബ്രുവരി 24 അദ്ദേഹം ഈ മറുപടി നൽകിയത്. 2 മാസം കഴിഞ്ഞ് 2016 ഏപ്രിൽ 22 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. മെയ്യിൽ തിരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സർക്കാരും അധികാരമേറ്റു. ഏതായാലും 2016 ഫെബ്രുവരി 24 ശേഷം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് 4.5 ലക്ഷം വീട് പണിയാനാവില്ല. അപ്പോൾ ഉറപ്പായും വി ഡി സതീശൻ സാറ് പറഞ്ഞ ഈ 4.5 ലക്ഷം വീടുകൾ കേരളത്തിലാവില്ല പണിതത്, ചന്ദ്രനിലോ ചൊവ്വയിലോ ആകാനേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് കേരള സർക്കാരിന്റെ പക്കൽ അതിനുള്ള രേഖയില്ലാത്തത്. ഇനി കോടിയേരിക്ക് ഉമ്മൻചാണ്ടി കൊടുത്ത മറ്റൊരു മറുപടി നോക്കൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്തെ ആകെ ഭവനരഹിതരുടെ എണ്ണം 4,70,606. അത് 2013 കണക്കാണ്. അതിൽ 4.5 ലക്ഷം വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു നൽകിയെങ്കിൽ
പിന്നെ LDF സർക്കാരിന് എങ്ങനെ 4.25 ലക്ഷം വീട് നൽകാൻ കഴിയും? കണക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ സതീശൻ സാറേ. ഇനി ഇതേ ഉമ്മൻചാണ്ടി 2016 ഫെബ്രുവരി 8 S ശർമ്മയുടെ ചോദ്യത്തിന് നൽകിയ മറുപടി കാണാം. ശർമ്മയുടെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്തെ 1.25 ലക്ഷം കുടുംബങ്ങൾക്കായി 2015-16 വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാവർക്കും പാർപ്പിടം പദ്ധതിയിൽ സർക്കാർ വിഹിതമായി ബജറ്റിൽ വകയിരുത്തിയ തുക എത്രയായിരുന്നു? ഒരു പൈസയും വകയിരുത്തിയിട്ടില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. 2015-16 ബജറ്റിൽ UDF സർക്കാർ കൊട്ടിഘോഷിച്ച പദ്ധതിയായിരുന്നു എല്ലാവർക്കും പാർപ്പിടം പദ്ധതി. 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു പൈസ പോലും ഈ പദ്ധതിക്ക് വകയിരുത്തിയില്ല എന്ന് നിയമസഭയിലാണ് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത്. ആ മറുപടി ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഭൂരഹിതരായ BPL കുടുംബങ്ങൾക്ക് 75,000 വീട് വെച്ച് നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഒരു വീടും വെച്ച് നൽകിയില്ല. ഓരോ പഞ്ചായത്തിലും ഓരോ വീട് എന്ന നിലയിൽ 22,000 വീട് വെക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതും നടന്നില്ല. ഓരോ വാർഡിലും ഓരോ വീട് പദ്ധതിയെക്കുറിച്ച് 2016 ഫെബ്രുവരി 8 KV വിജയദാസിന്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി നൽകിയ മറുപടി നോക്കൂ. ചോദ്യം ഇതായിരുന്നു: നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച 22,000 വീടുകളിൽ എത്ര വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും താക്കോൽ കൈമാറുകയും ചെയ്തിട്ടുണ്ട്? നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. 2015 മാർച്ച് 13 UDF സർക്കാരിന്റെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആ ബജറ്റിലാണ് എല്ലാവർക്കും പാർപ്പിടം പദ്ധതിയിൽ 1.25 ലക്ഷം വീടുകൾ വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പദ്ധതിക്ക് ആ സർക്കാർ പോകുന്നത് വരെ ഒരു രൂപ പോലും വകയിരുത്തിയിരുന്നില്ല. ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയെ രേഖാമൂലം അറിയിച്ച കാര്യം. 2015 മാർച്ച് 13 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് തന്നെ 2016 ഫെബ്രുവരി 1 AT ജോർജ് അടക്കമുള്ളവരുടെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയിൽ ഈ വിവരമുണ്ട്. എന്താണ് നാം ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുക? ഈ പദ്ധതികളൊക്കെ വെറും തട്ടിപ്പായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച് പത്രവാർത്ത വരുത്തുക, എന്നിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഇലക്ഷൻ ആയപ്പോൾ എല്ലാവർക്കും പാർപ്പിടം പദ്ധതി അംഗീകരിച്ചു എന്ന ഉത്തരവ് പുറപ്പെടുവിച്ച് വേറൊരു നാടകം കളിക്കുക. ഈ വക കടലാസ് തരികിടകളല്ലാതെ ഒരു വീട് പോലും പദ്ധതിയുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആർക്കും വെച്ചു നൽകിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന കപട നാടകം തെളിയിക്കാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം. 2015-16 ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കാണാം. ഖണ്ഡിക 44 ഗൃഹശ്രീ ഹൗസിംഗ് പദ്ധതിയുടെ കീഴിൽ 1500 വീടുകൾ നിർമ്മിക്കുന്നതിന് 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നതാണ്. ഇതനുസരിച്ച് ഗൃഹശ്രീ പദ്ധതിക്ക് 20 കോടി അധികം കിട്ടണം. വേണമല്ലോ. യഥാർത്ഥത്തിൽ എത്രയാണ് നൽകിയത്? M ഹംസ MLAക്ക് ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയാണ് സ്ക്രീനിൽ. 2015-16 ഗൃഹശ്രീ പദ്ധതിക്ക് വകയിരുത്തിയത് 10.81 കോടി രൂപ. മുൻ വർഷത്തെ അതേ തുക. ബജറ്റിൽ പറഞ്ഞത് 20 കോടി അധികം വകയിരുത്തുമെന്നും ഒരധിക തുകയും വകയിരുത്തിയില്ല എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ച എണ്ണം വീടുകളും നൽകിയില്ല. ഗൃഹശ്രീ പദ്ധതിയിലൂടെ 1500 പേർക്ക് വീട് കൊടുക്കുമെന്നാണല്ലോ ബജറ്റിൽ കൊട്ടിഘോഷിച്ചത്. പക്ഷെ തെരഞ്ഞെടുത്തത് 842 ഗുണഭോക്താക്കളെ. അതിൽ 446 പേർക്ക് മാത്രമാണ് 1ാം ഗഡു കിട്ടിയത്. 4ാം ഗഡു വരെ കിട്ടിയത് വെറും 11 പേർക്ക്. 1500 പേർക്ക് വീട് കൊടുക്കുമെന്ന പ്രഖ്യാപനം ഗുണഭോക്താക്കളെ എടുത്തപ്പോൾ അത് 842 ചുരുങ്ങുന്നു. ആകെ 4 ലക്ഷം രൂപയാണ് സഹായം. ഓരോ ഗഡുവും ഓരോ ലക്ഷം രൂപ. ആ ഗുണഭോക്താക്കളിൽ 1ാം ഗഡു മാത്രം കിട്ടിയത് 446 പേർക്ക്. 4 ഗഡുവും തികച്ചു കിട്ടിയത് വെറും 11 പേർക്ക്. ഇതൊക്കെ ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കണക്കാണ് സതീശൻ സാറേ. ഇങ്ങനെയായിരുന്നു 2011-16 UDF സർക്കാരിന്റെ കാലത്തെ വീട് നിർമ്മാണം. ഇതിൽ ഏത് കണക്ക് വെച്ചാണ് ലൈഫ് മിഷന്റെ 4,28,000 വീടുകളിൽ 50,000 വീടുകൾ ഉമ്മൻചാണ്ടിയുടെ അക്കൗണ്ടിൽ പെടുത്തുന്നത്? പറയുന്നത് 4,21,000 വീട് ചെയ്തെന്ന, അതിൽ 50,000 വീട് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ്. അപ്പൊ 3,75 അല്ലേ? ഈ കണക്കും ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കണക്കുമായി ഒരു ബന്ധവുമില്ലല്ലോ സതീശൻ സാർ. ഇനി സതീശൻ സാറിന്റെ ആ ബെഡായി നമുക്ക് ഒന്നുകൂടി കേൾക്കാം. 2011 മുതൽ 2016 വരെ എത്ര വീട് വെച്ചെന്നറിയാമോ? നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് 4,55,000 വീട് വെച്ചു. ഇതാണ് VD സതീശൻ. 3 വാക്കുള്ള ഒരു വാചകം പറഞ്ഞാൽ അതിൽ 4 കള്ളം കാണും. UDF-ലും ഇല്ലേ മാനാഭിമാനമുള്ള മനുഷ്യർ? അവരുടെ അന്തസ്സിന് VD സതീശൻ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്ന് അവർ ആലോചിക്കട്ടെ. ഒരു സ്മാർട്ട് ഫോണിൽ ആർക്കും കിട്ടുന്ന വസ്തുതകൾ ഉള്ളപ്പോഴാണ് ഈ നുണപ്രസംഗം ഇങ്ങനെ തകൃതിയായി നടക്കുന്നത്. ജനം എന്തോ കരുതട്ടെ, പറയാനുള്ള നുണ പറഞ്ഞേ പോകൂ എന്ന VD സതീശന്റെ തന്റെ അടുത്തെ നമിച്ചേ മതിയാകൂ.